അതേ അവൽ വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ അതേ കനം കുറഞ്ഞ അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ അവൽ നമുക്കൊന്ന് കഴുകിയിട്ട് ഒരു 3 മിനിറ്റ് കഴുകി വാരി വയ്ക്കുക. കാരണം അപ്പോൾ കുതിരാൻ വേണ്ടിയിട്ടാണ് അവൽ ഇതേ കുതിർത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തേ ഒരു 3 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. ഈ അവൽ കണ്ട നല്ലോണം കുതിർന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയതാട്ടോ. ഞാൻ പുഴുങ്ങി വെച്ചേക്കണ ഉരുളക്കിഴങ്ങാണ്. അത് നമുക്കൊന്ന് കൂട്ടി നല്ലോണം ഇതും കൂടി കൂട്ടി മിക്സ് ചെയ്യാം. അവലും ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അവലും ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ ഇതുപോലെ കണ്ട നല്ലോണം മിക്സ് ചെയ്തല്ലോ. ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർക്കണം. പിന്നെ വേണ്ടത് ഗരം മസാല ചേർക്കുക, മുളക് പൊടി ചേർക്കുക, ഉപ്പ് ചേർക്കുക. അതുപോലെ നമുക്ക് ക്യാരറ്റും ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും ഗരം മസാലയും ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി, അവൽ, പിന്നെന്താ നമ്മൾ ചേർത്തത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും. പിന്നെ ഞാൻ അതേ സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർക്കണം. പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ഇപ്പം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി മുളക് പൊടി കൂടിപ്പോയിട്ടുണ്ട്. ഗരം മസാലയും നമ്മൾ നിറച്ച് ചേർത്തല്ലോ. അപ്പോൾ ഗരം മസാലയും മുളക് പൊടി, ഉപ്പ്, സവാള, പച്ചമുളക്. ഇപ്പോൾ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ്, ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അതുപോലെ നമ്മുടെ പച്ചപ്പട്ടാണിയില്ലേ, ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെന്താ ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കാം, മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് റസ്കിൻ്റെ പൊടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ റസ്കിൻ്റെ പൊടിയാട്ടോ. റസ്ക് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഇനി നമുക്കൊരു കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് ഒന്ന് കലക്കി വയ്ക്കാം. ഈ ഷേപ്പിലായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയേക്കണത്. അതായത് ഇതേ ആദ്യം തന്നെ ഈ മിശ്രിതം എടുത്ത് ഉണ്ട ഉരുട്ടി, ഞാൻ തന്നെ വീഡിയോ പിടിക്കണോണ്ടാണ് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിശ്രിതം എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു കോഴിമുട്ട എടുത്ത് അടിച്ച് വയ്ക്കുക. അതിലിട്ട് മുക്കിയിട്ട് ഇത് റസ്ക് പൊടിയാണ്. റസ്ക് പൊടിയിൽ മുക്കി വലിയ ഷേപ്പൊന്നും ആയിട്ടില്ല. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നമുക്കിതേ നല്ല ക്രിസ്പിയായ അവൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ നല്ലതാണ്. അവൽ മാത്രമേ ഉള്ളൂ. അവലും ഉരുളക്കിഴങ്ങും മുളക് പൊടി, പിന്നെന്താ കുറച്ച് സവാള,